അപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. 2024 ഡിസംബർ 30 എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആവാത്ത ആൾക്കാർക്കും വേണ്ടിയുള്ള ഒരു കുഞ്ഞൊരു വീഡിയോയാണ്. അപ്പം എങ്ങനെയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്ന് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 5 വർഷങ്ങൾക്ക് മുമ്പ് ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു. അതിലൊരു 3-4 വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു വെറുതെയെങ്കിലും. അപ്പോൾ അത് അവിടെ വെച്ച് തന്നെ നമ്മൾ നിർത്തി. ഇടയ്ക്കിടയ്ക്ക് 1-2 ഷോർട്സൊക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 ഞാൻ ആ ചാനലെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു 260ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് വ്യൂ ഉണ്ടായിരുന്നു. ഒരു 1-2 വീഡിയോ ഒരു 6Kയും 4K ഒക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2024 മെയ് മാസം തൊട്ട് ഞാൻ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങി. യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് വീഡിയോ ഇട്ടത്. റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അറിയാവുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓടി നടന്ന് ഞാനും ഒരു 10-200 സബ്സ്ക്രൈബേഴ്സ്, മൊത്തത്തിൽ ഒരു 10-200 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അല്ലാതെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. ഇപ്പോൾ എനിക്ക് 1460 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തു. ചാനൽ മോണിറ്റൈസ്ഡ് ആയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുക. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. പൈസ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തുടങ്ങിയത്. പക്ഷേ എനിക്ക് അത്യാവശ്യം ചെറിയ വ്യൂ, അത്യാവശ്യം നല്ല വ്യൂ ഒന്നുമില്ല, ചെറിയ വ്യൂ ഒക്കെ ഉള്ളു. അതിൽ 1-2 വീഡിയോ ഒരു 1-2 വീഡിയോ ഒരു 10Kക്ക് മുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ അതിൽ അത്യാവശ്യം നല്ല വാച്ച് അവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വാച്ച് അവർ കിട്ടാൻ കാരണം ആ വീഡിയോയുടെ ഒരു പെർഫെക്ഷൻ ആയിരുന്നു. കാര്യം ആ വീഡിയോ ഞാൻ സ്വന്തമായിട്ട് എടുത്തതല്ല. അപ്പം മറ്റൊരാളുടെ സഹായത്തോടു കൂടിയാണ് ആ വീഡിയോ ഞാൻ ചെയ്തത്. കാര്യം ആ ക്യാമറ പിടിച്ചത്, ക്യാമറ അല്ല, മൊബൈൽ ഫോൺ വഴിയാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത് പുറത്ത് നിന്നാണ് ഒരാൾ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ആ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അതുപോലുള്ള കണ്ടൻറ്റാണ് കേട്ടോ. അപ്പം അല്ലാത്ത കണ്ടൻറ്റുകളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാവുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്ന കണ്ടൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാം. അപ്പം മറ്റൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ തോടെ ചെയ്യുന്ന വീഡിയോകളും അത്യാവശ്യം നല്ല രീതിയിൽ പോകും. അപ്പോൾ ആ 2 വീഡിയോ എനിക്ക് ഏകദേശം 1000 മണിക്കൂർ, ഒരു വീഡിയോയിൽ തന്നെ 1000 മണിക്കൂർ കിട്ടി. അങ്ങനെ 2 വീഡിയോയിൽ കൂടി 2000 മണിക്കൂറോളം എനിക്ക് ആ വീഡിയോയിൽ കിട്ടി. അപ്പോൾ അതൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ അത് സംബന്ധിച്ച കണ്ടൻറ്റുകളാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് കണ്ടൻറ്റാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്ന കണ്ടൻറ്റ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ചൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്യരുത്. യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടണം. പിന്നെ ഈ ആഴ്ചയിൽ 1-2 അങ്ങനെയൊന്നും ഇട്ടിട്ട് കാര്യമില്ല. മോണിറ്റൈസർ ആയില്ല എന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഞാനിപ്പോൾ ഒരു 8 മാസമായി ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ 8 മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു വീഡിയോ ഇട്ട് തുടങ്ങി ഒരു 6 മാസം ആവുമ്പോഴത്തേക്കും എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതിനായിരുന്നു. 2 മാസം ഞാനൊന്ന് ചെറിയ വീഡിയോകളൊക്കെ ഇട്ട് ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു 8 മാസത്തോളം എടുത്തത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ മോണിറ്റൈസ്ഡ് ആവാത്തവരും ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യണം. നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലും മോണിറ്റൈസ്ഡ് ആകും, ഉറപ്പായിട്ട് മോണിറ്റൈസ്ഡ് ആകും. അപ്പം ഇത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. അതുകൊണ്ടാണ് ഇപ്പം മോണിറ്റൈസ്ഡ് ആയത്. എൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1460 സബ്സ്ക്രൈബേഴ്സാണ് ആയത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു വാച്ച് അവറും കൂടെ കിട്ടി. അപ്പം നല്ല കണ്ടൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കണ്ടൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരത് കാണും. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ വേണം. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടതൊന്നും അത്യാവശ്യം വലിയ ക്വാളിറ്റിയൊന്നും ഇല്ല. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും വിജയിക്കും. പിന്നെ 2025 നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തുടങ്ങണം. നിങ്ങൾ വിജയിക്കും. ഇതുപോലെ നിങ്ങൾ ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളൊരു 10-20 വീഡിയോ, നിങ്ങളൊരു 20ഓളം വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ച്
നിങ്ങൾ അപ്ലോഡ് കറക്റ്റ് ടൈമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 4 മാസം കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ചാനൽ മോണിറ്റൈസ്ഡ് ആവും. കാര്യം എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം എൻ്റെ ചാനൽ ഇപ്പോഴൊന്നും മോണിറ്റൈസ്ഡ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പം ഞാൻ നവംബറിലാണ് എനിക്ക് 3000 മണിക്കൂർ കിട്ടി ഹാഫ് മോണിറ്റൈസ്ഡ് ചെയ്തത്. പിന്നെ ഒരു മാസം, അതായത് ഡിസംബറിൽ, അപ്പോൾ ആ ഒരു മാസം കൊണ്ടാണ് 1000 മണിക്കൂറും കൂടി എനിക്ക് കിട്ടിയത്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വീഡിയോകളായിരുന്നാലും ഞാൻ ഇടുമായിരുന്നു. ആ ഒരു ക്രൈറ്റീരിയ ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. അപ്പം കാശ് കൊടുത്തൊക്കെ നമ്മൾ വാച്ച് അവറൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ വഴിക്കൊന്നും നിങ്ങൾ തിരിയേണ്ട കാര്യമൊന്നുമില്ല. യൂട്യൂബിൻ്റെ അപ്ഡേഷനൊക്കെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ചാനലുകളുണ്ട്. അപ്പം അവരെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ട് അതെങ്ങനെയാണ് ചാനലിൽ അതിൻ്റെ ഓരോ ടൈമിലുള്ള ഓരോ കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എന്ന് വെച്ചാൽ അവരെ എല്ലാവരുടെ ചാനലും എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവരെല്ലാവരുടെ ചാനലും ഞാൻ കാണും. അവരുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഈ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. റിലേറ്റീവ്സും ഫ്രണ്ട്സിനൊക്കെ നമ്മൾ അയച്ചു കൊടുത്ത് കാണണമെന്ന് ഒരിക്കലും അവരെ പുഷ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മളിടുന്ന കണ്ടൻറ്റ് അവർ കാണണമെന്ന് നിർബന്ധമില്ല. കാര്യം നമുക്കത് ഒരിക്കലും അങ്ങനെ നിർബന്ധിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരെയൊന്നും നമ്മൾ പ്രതീക്ഷിച്ച് ഇത് ചെയ്യണ്ട. നമ്മളോട് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പം ഒരു ദിവസം ഒരു പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അവർ കാണും. അപ്പം എപ്പോഴും ഞാൻ ഒരുപാട് പേരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പക്ഷേ എനിക്കിപ്പം തോന്നുന്നു, ഇപ്പോഴല്ല, എനിക്കൊരു പകുതി സമയമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കത് മനസ്സിലായി. അങ്ങനെ ഒരുപാട് നിർബന്ധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ എങ്കിലും ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ വീഡിയോകളൊക്കെ കാണുന്നുണ്ട്. കാര്യം നമ്മളൊരു കുറ്റം പറയല്ല, നമ്മളെ കണ്ടൻറ്റ് അവർക്ക് മനസ്സിലാവണമെന്നില്ല. ഞാൻ ഇടുന്ന കണ്ടൻറ്റ് എൻ്റെ റിലേറ്റീവ്സിന് ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ആരും പ്രതീക്ഷിച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങരുത്. അപ്പം നമ്മളെ സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. കാണേണ്ടവർ കാണും. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവച്ചതാണ്. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. 2025 പുതിയ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും തുടങ്ങുക. ചാനൽ തുടങ്ങിയവർ, മോണിറ്റൈസ്ഡ് ആവാത്തവർ തീർച്ചയായിട്ടും വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ വിജയിക്കും. അപ്പോൾ 2025 നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.